So hi guys, welcome back to my YouTube channel. So എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ നിങ്ങളെല്ലാവരും ലാസ്റ്റ് വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൻ്റെ ഒരു അടുത്ത പാർട്ടായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നീറ്റ് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സ് അല്ല, ലൈക്ക് ഒരു കുട്ടികൾക്കൊരു വിഷ് അല്ലെങ്കിൽ ഒരു നോട്ട് എന്നുള്ള രീതിയിൽ കുറച്ച് പോയിന്റ്സ് പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ പറയാം, ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറേ നാളായിട്ട് ഞാനത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച കാര്യമാണ്, ലൈക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു വൺ വീക്ക് മുന്നേ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് വന്നു. സോ ഞാൻ ലൈക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു നീറ്റ് എക്സാം നാലാമത്തെ വട്ടം എഴുതാൻ പോണ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ സൂസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിങ് ആയിരുന്നു. ലൈക്ക് ഐ നീഡ് ടു സേ സംതിങ് അബൌട്ട് ദിസ്. ഇത്ര നാൾ ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച, ലൈക്ക് ഇനി അടുത്ത നീറ്റ് ആവട്ടെ അപ്പോൾ പറയാം എന്നാലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും പറയണം, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിപ്പോൾ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. ശരിക്കും ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് വലിയ എന്താ പറയുക അതിശയം തോന്നിയിട്ടില്ല. കുട്ടിക്ക് അങ്ങനെ തോന്നാനും അല്ലെങ്കിൽ ചെയ്യാനും ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ആലോചിച്ച്. കാര്യം ഞാൻ 4 വട്ടം നീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം എന്തൊക്കെ മാനസികാവസ്ഥയിലാണ് ആ കുട്ടി പോകണ്ടാവുക, അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രെസ്സിൽ കൂടിയാണ്, പ്രഷറിൽ കൂടിയാണ് ആ കുട്ടി പോകണ്ടാവുക എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, ലൈക്ക് ഐ നീഡ് ടു സേ സംതിങ് അബൌട്ട് കമ്മിങ് എക്സാം, അല്ലെങ്കിൽ ഐ നീഡ് ടു ഗിവ് സംതിങ് ഫ്രം മൈ സൈഡ്. അപ്പം ഓക്കെ, അപ്പം ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാവും, നീറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ എൻട്രൻസ് ആണ്. മെഡിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള എൻട്രൻസ് ആണ്. അതിന് വൈകിട്ടുള്ള എക്സാം ആണ്. ഗോയിങ് ടു ഹാപ്പൻ ഓൺ May 4. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നീറ്റ് എഴുതാൻ പോണ കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും നീറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മെന്റൽ സ്ട്രെസ് മാറ്റുക. അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ആരും ഒന്നും വിചാരിക്കണില്ല. ആൾക്കാർക്ക് നമ്മളുടെ കാര്യാലയത്തിലാണെങ്കിൽ നീറ്റ് എഴുതാൻ പോണ ആൾക്കാരുടെ കാര്യാലയത്തിലൊന്നും സമയമില്ല. അവർക്ക് അവരുടെ ലൈഫിൽ അവർ ബിസിയാണ്. അപ്പം ആരും ഒന്നും ആലോചിക്കണില്ല. നിങ്ങൾക്ക് എനിക്ക് ഈ എക്സാമിന് ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്ര ടൈം എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ള സ്ട്രെസ് ഓക്കെ. പക്ഷെ ആൾക്കാർ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ എത്ര നാളും കളഞ്ഞ പൈസ അത് ഇത് അങ്ങനെ ആളും സ്ട്രെസ് അടിക്കരുത്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, അതിനൊക്കെ സ്ട്രെസ് അടിച്ചോളൂ. അതൊക്കെ സ്ട്രെസ് വരും. സീരിയസ് ആയിട്ട് ഒരാൾ എക്സാമിന് അല്ലെങ്കിൽ ഏത് കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് വരും. അത് സ്ട്രെസ് അടിച്ചോളൂ. പക്ഷെ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എക്സാമിന് എനിക്ക് എക്സാമിന് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി അവരെന്ത് പറയും, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ ഒരു ഇത് വരരുത്. ആൾക്കാരുടെ സ്റ്റിഗ്മ കാരണം നമുക്ക് നമ്മളുടെ മാർക്ക് പോകരുത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതാണ്, ഗെറ്റ് റിഡ് ഓഫ് യുവർ മെന്റൽ സ്ട്രെസ്, അല്ലെങ്കിൽ ഗെറ്റ് റിഡ് ഓഫ് യുവർ സോഷ്യലായിട്ടുള്ള അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും, ആ ഒരു സ്ട്രെസ് മാറ്റുക ആദ്യം തന്നെ. എന്നിട്ടിപ്പോൾ നിങ്ങളിപ്പം 4ാമത് എഴുതുന്ന ആളാണോ 5ാമത് എഴുതുന്ന ആളാണോ, ഡസൻറ്റ് മാറ്റർ. നിങ്ങളെപ്പോഴും നോക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ടൈം എഴുതാൻ പോണ പോലെ തന്നെ നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക, അതുപോലെ പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളും എഴുതി, ഇത്ര നാളും ഞാൻ എഴുതിയിട്ട് കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടില്ല, അങ്ങനെ ഒരു മൈൻഡ് ഒരിക്കലും വെക്കരുത്. യു ആർ അപ്രോച്ചിങ് ദ എക്സാം ഫോർ ദ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ആണെന്നത് ഫസ്റ്റ് ടൈമിനാണ്. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. എന്നാലാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് പഠിക്കാൻ ഈസി ആവുള്ളൂ. ലൈക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ആലോചിക്കേണ്ടത്, ലൈക്ക് വി ആർ ഗോയിങ് ടു അപ്രോച്ച് എക്സാം ഫോർ ഫസ്റ്റ് ടൈം എന്നുള്ളത്. ആൻഡ് ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയല്ല ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു ഈ കാര്യത്തിൽ നിന്നൊക്കെ. എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടായിട്ടുള്ള ആളാണ്.
ലൈക്ക് ബോത്ത് സോഷ്യൽ ആൻഡ് എൻ്റെ മാർക്കിന്റെ സ്ട്രെസ് ഉണ്ടായിരുന്നു, സോഷ്യൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം അത്രത്തോളം അത് ഭയങ്കര ഹാംഫുൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ പറയില്ല ഞാൻ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, ലൈക്ക് മൂവ് ഓൺ ഫ്രം ദറ്റ് എക്സാം. എനിക്കിപ്പോഴും എനിക്ക് നൈറ്റ്മെയർസ് ഉള്ളതാണ് നീറ്റിന്റെ കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സ്വപ്നം കണ്ടിരിക്കുന്ന കാര്യമാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നതും അതിന് വേണ്ടി പഠിക്കണതും പ്രിപ്പയർ ചെയ്യണതൊക്കെ. അപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഭയങ്കര കൂളായിട്ടാണ് എക്സാം എഴുതുന്നത്. എൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം സ്ട്രെസ്സിലായിരുന്നു. ആൻഡ് ഐ ഹാവ് നോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് സ്ട്രെസ് ഈവൻ നൗ. അപ്പൊ എനിക്കറിയാം എത്രത്തോളം നെസസിറ്റി പാർട്ടാണെന്ന് നമ്മൾ സാധനം പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഒരിക്കലും പറയുകയല്ല നിങ്ങൾ ഭയങ്കര തെറ്റാണ് ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവണത് ഭയങ്കര കുറ്റകരമാണ്, ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാക്കിയ തെറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ആരും ചെയ്തെന്ന് എനിക്കുണ്ട്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, ഒരിക്കലും സ്ട്രെസ് ഇല്ലാണ്ട് തന്നെ എക്സാം എഴുതുക, എപ്പോഴും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വയ്ക്കുക നിങ്ങളുടെ മൈൻഡ് എന്നറിയാം. ബട്ട് വി നീഡ് ടു ഡു ദാറ്റ്. ഓക്കെ.